കർണാടകയിൽ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നതോടെ ജാതി സമവാക്യങ്ങൾ മാറിമറിയുമോ? മൂപ്പിളമ തർക്കത്തിനൊടുവിൽ സിദ്ധരാമയ്യയെ ഹൈക്കമാൻഡ് വരച്ച വരയിൽ നിർത്തിയോ? സിദ്ധരാമയ്യ മാറുന്നതോടെ കോൺഗ്രസിലെ ഏക പിന്നോക്ക വിഭാഗക്കാരനായ മുഖ്യമന്ത്രിയും വിസ്മൃതിയിലേക്ക്. മൂപ്പിളമ തർക്കത്തിനൊടുവിൽ കർണാടകയിൽ ഇനി ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകും. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജി പ്രഖ്യാപിച്ചതോടെയാണ് ഡി.കെക്ക് കളമൊരുങ്ങിയത്. പക്ഷേ കോൺഗ്രസിലെ പുതിയ നീക്കം കർണാടകയിലെ ജാതി സമവാക്യങ്ങളെ തകിടം മറിക്കുമെന്ന വാദവും ശക്തമാവുകയാണ്. 2.5 വർഷം കഴിഞ്ഞാൽ സ്ഥാനം മാറാമെന്ന ധാരണയിലായിരുന്നു കർണാടകയിലെ പ്രമുഖ ജാതി വിഭാഗമായ കുറുബ ഗൌഡയിൽ നിന്നുള്ള സിദ്ധരാമയ്യയെ നേരത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാക്കിയിരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കർണാടകയിൽ മാത്രമാണ് ഒ.ബി.സി. വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആകെയുള്ള 134 എം.എൽ.എമാരിൽ 100 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ അനുവദിക്കണം എന്ന നിലപാടിലുമായിരുന്നു സിദ്ധരാമയ്യ. ഇതോടെ സിദ്ധരാമയ്യയെ പിണക്കാതെ അനുനയിപ്പിക്കാനായിരുന്നു ആദ്യം മുതൽ കോൺഗ്രസിന്റെ ശ്രമം. പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാതെ രാജിവെക്കണമെന്നായിരുന്നു എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സിദ്ധരാമയ്യയോട് നിർദ്ദേശിച്ചത്. ഇതോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാൻ സിദ്ധരാമയ്യ തയ്യാറായത്. എന്നാൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും സിദ്ധരാമയ്യയെ പുറത്താക്കുന്നത് കർണാടക കോൺഗ്രസിനെ രാഷ്ട്രീയമായി പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ബി.ജെ.പി. എം.പിയും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ ബസവരാജ് ബൊമ്മയുടെ നിലപാട്. സിദ്ധരാമയ്യയെ മാറ്റുന്നത് കോൺഗ്രസ് നേതൃത്വം ഒ.ബി.സി. സമുദായങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ്. സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്നും ബൊമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. നീക്കം കോൺഗ്രസ് പാർട്ടിയിലും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും സ്വാധീനം ചെലുത്തുമെന്നും ബൊമ്മെ കൂട്ടിച്ചേർക്കുന്നു. അതിനിടെ ചേരിതിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഉപേക്ഷിച്ച് ഡി.കെ. ശിവകുമാറിന് പരിപൂർണ പിന്തുണ നൽകണമെന്ന് സിദ്ധരാമയ്യ സഹമന്ത്രിമാരോടും പാർട്ടി പ്രവർത്തകരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ കൂടുതൽ സങ്കീർണതകളിലേക്ക് പ്രശ്നം നീളില്ലെന്ന അനുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. നാളെയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേരുന്നത്. ഡി.കെ. ശിവകുമാറിനെ നിയമസഭാ കക്ഷിയുടെ പുതിയ നേതാവായി തിരഞ്ഞെടുക്കും. ഒ.ബി.സി. മുഖ്യമന്ത്രിയെ മാറ്റി ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതോടെ ദളിത്, ഒ.ബി.സി., ന്യൂനപക്ഷ, ലിംഗായത്ത് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന പുതിയൊരു ഫോർമുല ആലോചിക്കുന്നതായുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്.